ഇൻഡോ US കരാറിൽ എന്താണുള്ളതെന്ന് ഈ നിമിഷം വരെയും എനിക്കും അറിയില്ല, പ്രേക്ഷകർക്കും അറിയില്ല, ഇന്ത്യയിൽ ആർക്കും അറിയില്ല. ഇന്ത്യ US കരാറിൽ ദുരൂഹത തീരുന്നില്ല. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. MP-മാരുടെ സസ്പെൻഷൻ ഉയർത്തി സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പ്രസ്താവന ഇന്ന് നടത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഉയർന്ന വിവാദങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മറുപടി കേൾക്കാൻ കാതോർക്കുകയാണ് നമ്മൾ. പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം അമേരിക്കയിലുള്ള വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇൻഡോ US വ്യാപാര കരാറിനെ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള MP-മാരും രംഗത്തെത്തി. കർഷകരുടെ ആത്മഹത്യാ മുനമ്പായി രാജ്യത്തെ മാറ്റുന്നതാണ് കരാറെന്ന് A. റഹീം MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. കർഷകരെ ഇരുട്ടിലാക്കുന്ന നടപടിയെന്ന് ജോൺ ബ്രിട്ടാസ് MP-യും കരാർ കേരളത്തിലെ കർഷകരെ അതിഗുരുതരമായി ബാധിക്കുമെന്ന് V. ശിവദാസൻ MP-യും പ്രതികരിച്ചു. കേന്ദ്രത്തിന്റേത് വിചിത്രമായ നടപടിയെന്നായിരുന്നു NK പ്രേമചന്ദ്രൻ MP-യുടെ പ്രതികരണം. രാവിലെ തന്നെ നമുക്ക് അവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് പോകാം. തലസ്ഥാനത്ത് ലോക്സഭയിൽ ഇന്ന് ഇൻഡോ US കരാർ വലിയ ചർച്ചയാകും, കോളിളക്കമുണ്ടാക്കും. പ്രതികരണങ്ങൾ. നമ്മുടെ രാജ്യത്തെ കർഷകരുടെ ആത്മഹത്യാ മുനമ്പായി നമ്മുടെ രാജ്യം മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആത്മാർത്ഥമായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി ബാധിക്കുന്ന ഈ തീരുമാനങ്ങൾ വൈറ്റ് ഹൗസ് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി വിളകൾ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നിറങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു തീരുവയുമില്ലാതെ വന്നിറങ്ങാൻ പോവുകയാണ്. അവിടെ നിന്ന് ഒരുപാട് സബ്സിഡി ചെയ്യുന്ന, ഒരുപാട് വലിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഉൽപ്പാദനക്ഷമതയുള്ള ഒരു രാജ്യത്ത് നിന്ന് ഹൈ ക്വാളിറ്റി വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്കും പ്രത്യേകിച്ചും കേരളത്തിലെ കാർഷിക മേഖലയ്ക്കും ഇതേൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ ഇന്ത്യയിലേക്ക് ഒഴുകിയാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഇത് കേരളം മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം കാർഷിക മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഇരുട്ട്, ഈ കരിമ്പടം മാറ്റിയിട്ട് സുതാര്യമായിട്ട് ഏതൊക്കെ മേഖലകളിലാണ് ഈ കരാറ് ഇന്ത്യയിലെ ജനങ്ങളെ സമ്പദ്ഘടനയെ ബാധിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇറക്കുമതി വരുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇവിടുത്തെ വ്യവസായങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കർഷകർ, നമ്മുടെ ചെറുകിട സ്ഥാപനങ്ങൾ, MSME ഇതൊക്കെ എന്താവും കാത്തിരുന്ന് കാണാം. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, ഇന്ത്യയിൽ ജനങ്ങൾ ഏത് ആഹാരം കഴിക്കണം എന്നൊക്കെ ഇപ്പം മോദിക്ക് ഉപദേശം കൊടുക്കുന്നത് ട്രംപാണ്. ഏതായാലും രാജ്യത്തെ ജനങ്ങളെ അതിഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ട് അത് വലിയ നിലയിലുള്ള പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ രാജ്യത്തിലെ കർഷകരെ നയിക്കും. ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഒരു സുതാര്യതയും വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതും അത് ആദ്യമായി പ്രഖ്യാപിക്കുന്നതും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും പാർലമെന്റിന് വ്യക്തമല്ല, ജനപ്രതിനിധികൾക്ക് വ്യക്തമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. നമുക്കിപ്പം PR സുനിലുണ്ട് ഡൽഹിയിൽ നിന്നും. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, ഇന്നും തലസ്ഥാനം പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നിമിഷവും നമ്മൾ ഇരുട്ടിൽ തന്നെ നിൽക്കുകയാണ്. PR സുനിൽ മഞ്ഞിൽ നിൽക്കുന്നത് പോലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ഇൻഡോ US കരാറിൽ എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. നമ്മുടെ കാർഷിക മേഖല, ക്ഷീരമേഖലയൊക്കെ തുറന്നു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയില്ല. ഓൺലൈനായിട്ട് നടത്തിയ പ്രസ്താവനയാണെങ്കിൽ അങ്ങേയറ്റം അവ്യക്തവുമായിരുന്നു. ഇന്ന് എന്താണ് പാർലമെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇതുവരെ പാർലമെന്റിൽ നടന്ന കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് മുന്നേറ്റത്തെ സംബന്ധിച്ചും ഇൻഡോ US കരാറിനെ സംബന്ധിച്ചുമുള്ള പാർലമെന്റിലെ പ്രതികരണങ്ങൾക്ക് മറുപടി ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയാനുള്ള സാധ്യതയുണ്ടോ? ഇന്നാണല്ലോ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗത്തിന്മേൽ പ്രധാനമന്ത്രി മറുപടി പറയുക. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്നും സഭാതലം പ്രക്ഷുബ്ധമാകുമോ ഡൽഹിയിൽ? PR സുനിൽ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് സഭകളിലും ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടെ പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നു. അമേരിക്കൻ കാർഷിക സെക്രട്ടറി പറയുന്നു അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ഇനി ഇന്ത്യൻ പണം എത്താൻ പോകുന്നു എന്ന ഒരു എക്സിലെ ഒരു പോസ്റ്റ് വരുന്നു. അപ്പോൾ ഇത് മാത്രമാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം എന്നത്. അപ്പോൾ അമേരിക്കൻ കാർഷിക മേഖലയിൽ നിന്ന് വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്താൻ പോകുന്നു എന്നത് അമേരിക്ക പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ വരുത്തുന്നില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ചോദിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്ന്. ഇന്നലെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഈ കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കാൻ വാർത്താ സമ്മേളനം നടത്തും എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തും എന്നായിരുന്നു. പക്ഷേ പിന്നീട് പുറത്തൊരു ഓൺലൈൻ വഴിയുള്ള ഒരു പ്രസ്താവന മാത്രമായിരുന്നു. ഏതായാലും ഇന്ന് പീയൂഷ് ഗോയൽ രണ്ട് സഭകളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തുമോ, ഈ പ്രസ്താവന നടത്തുമ്പോൾ ഈ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രണ്ട് സഭകളിലും നോട്ടീസ് നൽകുമ്പോൾ അത് അംഗീകരിക്കാത്ത ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും ഉണ്ടാകും. വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പമാണ് ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി പറയാൻ പോകുന്നത്. ലോക്സഭയിൽ ഇതുവരെ ചർച്ച തുടങ്ങാനേ കഴിഞ്ഞിട്ടില്ല. കാരണം അരുൺ പറഞ്ഞതുപോലെ തന്നെ മുൻ കരസേനാ മേധാവി എം നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ട കാരവൻ മാഗസിനിലെ ഭാഗങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഭരണപക്ഷം തടയുന്ന കാഴ്ചയായിരുന്നു. അതേ തുടർന്ന് ഇതുവരെ ലോക്സഭയിൽ ചർച്ച തുടങ്ങാനേ കഴിഞ്ഞിട്ടില്ല. രാജ്യസഭയിലാണ് ചർച്ച പൂർത്തിയാകുന്നത്. അപ്പോൾ രാജ്യസഭയിലാണ് ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയാൻ സാധ്യതയുള്ളത്. അപ്പോൾ രാജ്യസഭയിൽ മറുപടി പറയുമ്പോൾ അതിനെ പ്രതിപക്ഷം ശക്തമായി നേരിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും വലിയ പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും പാർലമെന്റിൽ ഇന്ന് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാർ പാർലമെന്റിൽ വെക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതിപക്ഷം അതാണ് ചോദിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഒപ്പിട്ടു, ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതുവരെ പാർലമെന്റിൽ വെച്ചിട്ടില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും പാർലമെന്റിൽ വെച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിന് എന്താണ് ഈ വിഷയത്തിൽ ഒളിക്കാനുള്ളത്? അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ എന്ത് മറുപടി നൽകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും വലിയ പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും പാർലമെന്റിൽ. അരുൺ, തീർച്ചയായിട്ടും സഭാതലം ഇന്ന് പ്രക്ഷുബ്ധമാകും. താങ്ക് യു പി ആർ സുനിൽ. തുടരുക, കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് നമ്മൾ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ പുതിയ നമ്മുടെ ഈ ട്രേഡ് ഡീൽ പ്രകാരം 18% അമേരിക്ക പിഴത്തുക കുറച്ചു. ശരി, നല്ല കാര്യം. 50% നിന്ന് 18%. എന്നാൽ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ 0%. ഇതെങ്ങനെ ശരിയാകുമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ബ്രൂക്ക് റോളിൻസ് അവരുടെ കാർഷിക സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയാം. പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ കാർഷിക ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ പണം എത്താൻ പോകുന്നു, ഇന്ത്യയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി തുറക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്നതാണ്. അമേരിക്കയുടെ പൂർണ്ണ സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഇല്ലാത്ത പാവപ്പെട്ട ഇന്ത്യയിലെ കർഷകരുടെ വിപണിയിലേക്ക് ഇറക്കുമ്പോൾ നമ്മളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ വളരെ സെൻസിറ്റീവായ വിഷയമാണ്. നിലവിൽ പീയൂഷ് ഗോയൽ പറയുന്നത് കാർഷിക വിപണിയൊന്നും തുറന്നു കൊടുക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഡീലിൽ എന്ത് അതറിയണ്ടേ? അത് പാർലമെന്റ് അറിയണം, അത് നമ്മൾ അറിയണം, അത് ഇന്ത്യ നമ്മളെ അറിയിക്കണം. പക്ഷേ ട്രംപ് അറിയിക്കുന്നു, പാർലമെന്റിലൊന്നും മിണ്ടുന്നില്ല. ഇക്കാര്യങ്ങളിൽ ദുരൂഹത തുടരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഡൽഹിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ ലോക്സഭയിൽ സെക്രട്ടറി ജനറലിൻ്റെ മേശപ്പുറത്തേക്ക് നമ്മുടെ ഡീൻ കുര്യാക്കോസ് MP യും അതേപോലെ ഹൈബി ഈഡനും ഒക്കെ ചാടി കയറിയിരുന്നു. പേപ്പറൊക്കെ വലിച്ചു കയറി സെക്രട്ടറി ജനറലിൻ്റെ മുഖത്തേക്ക് കയറിയുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അത് കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട നരവനെയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ, രാഹുൽ ഗാന്ധി അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകൾ വരും പാർലമെന്റിൽ നിന്ന്, ലോക്സഭയിൽ നിന്ന്. പ്രേക്ഷകർ തുടരുക.